ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരണത്തിന് മുൻപേ പുനർജന്മം തീരുമാനിക്കുന്നു. ഗരുഡ പുരാണം പറയുന്നത് ഇങ്ങനെ. ഹിന്ദു മതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഗരുഡ പുരാണം. അതിൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ആഴമേറിയ രഹസ്യങ്ങൾ ഭഗവാൻ വിഷ്ണു ഗരുഡനോട് വിശദീകരിക്കുന്നു. മരണശേഷം ഒരു വ്യക്തിയുടെ ആത്മാവ് എവിടേക്ക് പോകുന്നു, കർമ്മത്തിന്റെ ആഘാതം, അടുത്ത ജന്മം എങ്ങനെ നേടുന്നു എന്നിവ ഈ പുരാണത്തിൽ പറയുന്നു. ഗരുഡ പുരാണം അനുസരിച്ച് ഒരു വ്യക്തിയുടെ അടുത്ത ജീവിതം മരണശേഷം നിർണയിക്കപ്പെടുന്നില്ല, മറിച്ച് മരണത്തിന് മുമ്പുള്ള അവരുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കപ്പെടുന്നത്. മുൻ ജന്മങ്ങളിലെ പ്രവൃത്തികൾ, ഈ ജീവിതത്തിൽ വിധി, മരണസമയത്ത് മനസ്സിലുള്ള ചിന്തകൾ, ഇവ മൂന്നും ചേർന്ന് അടുത്ത ജന്മത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയുള്ള ജീവിതം ലഭിക്കുമെന്ന് നിർണയിക്കുന്നു. നല്ല പ്രവൃത്തികൾ ഒരു വ്യക്തിക്ക് ഉയർന്ന പദവിയോ നല്ല ജന്മമോ നേടിത്തരുന്നു. അതേസമയം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നരകം ഉറപ്പ്. മരണത്തിന് മുമ്പ് പുനർജന്മം എങ്ങനെ തീരുമാനിക്കപ്പെടും? ഗരുഡ പുരാണം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ നിർണായകമാണ്. ഒരു വ്യക്തി ഈ ലോകം വിട്ടുപോകുന്ന അവസ്ഥയെയാണ് അവരുടെ അടുത്ത ജന്മത്തെ നിർണയിക്കുന്നതെന്ന് ഭഗവാൻ വിഷ്ണു വിശദീകരിക്കുന്നു. മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിക്കുകയും ചിന്തകൾ വ്യക്തമാവുകയും മരണസമയത്ത് മനസ്സ് ശാന്തമാവുകയും ചെയ്താൽ ആത്മാവ് ഒരു നല്ല ലോകം അല്ലെങ്കിൽ മെച്ചപ്പെട്ട പുനർജന്മം നേടുന്നു. എന്നാൽ മരണസമയത്ത് മനസ്സിൽ അത്യാഗ്രഹം, കോപം, മോഹം അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ ആത്മാവ് താഴ്ന്ന ജന്മത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നു. കൂടാതെ മുൻകാല ജന്മങ്ങളിലെ പ്രവർത്തനങ്ങളും ഈ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ച് അടുത്ത ജനനത്തിന്റെ പൂർണ്ണമായ ചിത്രം സൃഷ്ടിക്കുന്നു. മതത്തെ അപമാനിക്കുന്നവർക്ക് എന്ത് ജന്മമാണ് ലഭിക്കുന്നത്? മതത്തെയോ വേദങ്ങളെയോ പുരാണങ്ങളെയോ ദൈവത്തെയോ പരിഹസിക്കുന്നവരും മതപരമായ ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും നിരീശ്വരവാദം പ്രചരിക്കുന്നവരും അവരുടെ പ്രവൃത്തികൾക്ക് കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഗരുഡ പുരാണം വ്യക്തമായി പറയുന്നു. ഈ വ്യക്തികൾ ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിതം ചെലവഴിക്കുന്നു. പുരാണമനുസരിച്ച് മരണശേഷം അത്തരം വ്യക്തികൾ നായകളായി ജനിക്കുമെന്നും അവിടെ അവർ അപമാനത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ജീവിതം സഹിക്കുന്നു. സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കുന്നവരുടെ അടുത്ത ജന്മം. സൗഹൃദം ഏറ്റവും പവിത്രവും ആത്മാർത്ഥവുമായ ബന്ധമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സ്വാർത്ഥ കാരണങ്ങളാൽ സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഗരുഡ പുരാണം കഠിനമായ ശിക്ഷ നിർദ്ദേശിക്കുന്നു. അത്തരം വ്യക്തികൾ അടുത്ത ജന്മത്തിൽ ഒരു കഴുകനായി ജനിക്കുന്നു. ഒരു കഴുകൻ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ഭക്ഷിക്കും. അത് ആ വ്യക്തിയുടെ അത്യാഗ്രഹവും വഞ്ചനാപരവുമായ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നു. വഞ്ചിക്കുന്നവർക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? ഗരുഡ പുരാണം അനുസരിച്ച് കള്ളം പറയുകയോ കൃത്രിമം കാണിക്കുകയോ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ ചെയ്യുന്ന, സത്യം മറച്ചുവെച്ച് മുതലെടുക്കുന്ന ഒരാൾക്ക് അവരുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. ഈ പ്രവൃത്തികൾ ആത്മാവിനെ അധപ്പതിപ്പിക്കുകയും അടുത്ത ജന്മത്തിൽ ഒരു മൂങ്ങയുടെ ജനനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മൂങ്ങകൾ പകൽ സമയത്ത് ഒളിക്കുകയും രാത്രിയിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. ഇത് വിഡ്ഢിത്തത്തിന്റെയും മിഥ്യയുടെയും പ്രതീകമാണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.